ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ് ഡിക്ലറേഷനൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ നോക്കുന്നത് ഒബ്ജക്റ്റ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ബൈ പാസിംഗ് മെസ്സേജ് വിത്ത് സിമിലർ ടു പീപ്പിൾ പാസിംഗ് മെസ്സേജ് വിത്ത് ഈച്ച് അതർ. ഒബ്ജക്റ്റുകൾ തമ്മിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒബ്ജക്റ്റുകൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മെസ്സേജുകൾ പാസ് ചെയ്യുന്നു. നമ്മൾ സാധാരണ നമ്മൾ മെസ്സേജൊക്കെ പാസ് ചെയ്യുന്ന പോലെ തന്നെ ഒബ്ജക്റ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പം ദിസ് ഹെൽപ്പ് ടു ബിൽഡിംഗ് സിസ്റ്റം ദാറ്റ് സ്റ്റിമുലേറ്റ് റിയൽ ലൈഫ്. നമ്മൾ സാധാരണ റിയൽ ലൈഫിൽ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ നമ്മൾ ആൾക്കാർ തമ്മിൽ മെസ്സേജ് പാസ് ചെയ്യുന്ന പോലെ തന്നെ. അപ്പം ഇൻ ഊപ്പ് കോളിംഗ് മെമ്പർ ഫംഗ്ഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ഫ്രം അനദർ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് പാസിംഗ് മെസ്സേജ്. കാരണം ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിന് കോൾ ചെയ്യുന്നതിന് മെസ്സേജ് പാസ് ചെയ്യുക, അതിനെ വിളിക്കുന്ന പേരാണെന്ത്, പാസിംഗ് മെസ്സേജ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ കോളിംഗ് മെമ്പർ ഫംഗ്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ഫ്രം അനദർ ഒബ്ജക്റ്റ്. ഒരു മെമ്പർ ഫംഗ്ഷൻ വേറൊരു ഒബ്ജക്റ്റിലും ആ ഫംഗ്ഷനെ വിളിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാസിംഗ് മെസ്സേജ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് അവരെന്ത് റിക്വസ്റ്റ് കൊടുക്കും, അല്ലെങ്കിൽ അവരെന്തെങ്കിലും കോൾ ചെയ്യും. ഇങ്ങനെ ഓരോ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ വേറൊരു ഒബ്ജക്റ്റ് പോയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം വേണമെന്ന് പറയുന്ന സമയത്ത് അവരങ്ങോട്ട് അതിനെന്ത് ചെയ്യും, അയക്കും. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പാസിംഗ് മെസ്സേജ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. Then message passing involves specify the name of object, name of the member function and the information to be sent. നമ്മൾ ഇത് കോൾ ചെയ്യുന്ന സമയത്ത് സ്പെസിഫൈ ചെയ്ത് പറയണം, ഈ ഒരു ഒബ്ജക്റ്റ് ആണ്, ഈ ഒബ്ജക്റ്റിനകത്തുള്ള ഈ ഒരു ഫംഗ്ഷനാണ് വേണമെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്ത് നെയിം അടക്കം പറഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അവരത് സെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ടീച്ചർ പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ടീച്ചർ എന്തൊരു മെസ്സേജ് പാസ് ചെയ്യാണ്, ഇവിടുന്ന് ഇപ്പോൾ എന്തെങ്കിലും രജിസ്റ്റർ നമ്പറോ മാർക്കോ എന്തെങ്കിലും ആയിരിക്കും ഇവിടുന്ന് കോൾ ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടുന്ന് എന്ത് ചെയ്യും, അങ്ങോട്ടേക്കൊരു മെസ്സേജ് എന്ത് ചെയ്യും, പാസ് ചെയ്യും. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പം നമ്മൾ ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റ് എന്താണ്, നമ്മൾ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതാണ് എന്ത്, മെസ്സേജ് പാസിങ് എന്ന് നമ്മൾ പറയുന്നത്. അതിനകത്ത് നമ്മൾ എന്ത് പറയണം, എന്ത് കാര്യങ്ങൾ നമ്മൾ നോക്കണം, സ്പെസിഫൈ ചെയ്ത് പേര് കൊടുക്കണം, ഏത് ഒബ്ജക്റ്റ് ആണ്, ഏത് ഫംഗ്ഷനാണെന്നൊക്കെ നെയിമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഇതാണ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറയുന്ന ഒബ്ജക്റ്റിൻ്റെ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ബേസിക് കൺസെപ്റ്റായ ഒബ്ജക്റ്റ് പറഞ്ഞു, ക്ലാസ് പറഞ്ഞു. ഇനി അടുത്ത മൂന്നാമത്തെ കൺസെപ്റ്റാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. അപ്പോൾ ഈ ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ഷോയിങ് ഓൺലി ദ എസെൻഷ്യൽ ഫീച്ചർ ഓഫ് ദ ആപ്ലിക്കേഷൻ ആൻഡ് ഹൈഡിങ് ദ ഡീറ്റെയിൽ ഫ്രം ഔട്ട്സൈഡ് വേൾഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം കാണിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസ് എന്ത് ചെയ്യും, ഹൈഡ് ചെയ്ത് വെക്കുന്ന ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യും, നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മൾ മുന്നിൽ കാണിച്ചിട്ട് ബാക്കി അതിൻ്റെ എല്ലാ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യും, ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് റെഫർ ടു ഷോയിങ് ഓൺലി ദ എസെൻഷ്യൽ ഫീച്ചർ ഓഫ് ദ ആപ്ലിക്കേഷൻ ആൻഡ് ഹൈഡിങ് ദ ഡീറ്റെയിൽ ഫ്രം ദ ഔട്ട്സൈഡ് വേൾഡ്. എസെൻഷ്യൽ ഫീച്ചേഴ്സ് മാത്രം കാണിച്ചിട്ട് ബാക്കിയുള്ളത് എന്ത് ചെയ്യും, ഹൈഡ് ചെയ്ത് വെക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് ഇന്റേണൽസ് ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം ദ ആക്സിഡൻഷ്യൽ യൂസർ ലെവൽ എറേഴ്സ് വിച്ച് മൈറ്റ് കറപ്റ്റ് ദ സ്റ്റേറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. കാരണം പെട്ടെന്ന് എന്താണ്, വേറെ നമുക്ക് എല്ലാ ഇൻഫർമേഷൻസ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. എറർ ചാൻസ് ഒക്കെ എന്തായിരിക്കും, കുറവായിരിക്കും. നമുക്ക് കറപ്ഷൻസോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നാണ് പറയുന്നത്. അതേപോലെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, എനി ചേഞ്ച് ഇൻ ക്ലാസ് ഇംപ്ലിമെൻറ്റേഷൻ മേ ബി ഡൺ ഓവർ ടൈം റെസ്പോണ്ട് ടു ചേഞ്ചിങ് റിക്വയർമെൻറ്റ് വിത്തൗട്ട് ചേഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ക്ലാസ്. നമുക്ക് ചേഞ്ച് ചെയ്യണ സമയത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അതിൻ്റെ അകത്ത് എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് തോന്നുന്ന സമയത്ത് കയറിയിട്ട് ആ ക്ലാസ്സിൽ കയറി എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ചസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പം ഈ ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് വേണ്ട എസെൻഷ്യൽ ഫീച്ചേഴ്സ് മാത്രം കാണിച്ചിട്ട് ബാക്കി എല്ലാ ഡീറ്റെയിൽസിനെയും നമുക്ക് എന്ത് ചെയ്യുക, ഹൈഡ് ചെയ്ത് വെക്കുന്ന കൺസെപ്റ്റിനാണ് എന്തെന്ന് പറയുന്നത്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതിന് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ പ്രൊട്ടക്ഷൻ തന്നെയാണ് മെയിൻ അഡ്വാൻറ്റേജ്. അത് മാത്രം നമുക്കൊരു ചേഞ്ചസും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൻ്റെ അകത്തേക്ക് വരുത്താൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ ആണല്ലോ എല്ലാവർക്കും? അപ്പം അടുത്ത കൺസെപ്റ്റാണ് ഡാറ്റ എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡാറ്റ എൻക്യാപ്സുലേഷൻ അല്ലെങ്കിൽ എൻക്യാപ്സുലേഷൻ അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഒരു മെഡിസിൻ അല്ലേ, നമ്മൾ മെഡിസിനാണ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് കുറേ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുള്ള സിംഗിൾ ആയിട്ടുള്ള എന്താണ്, ഒരു യൂണിറ്റ് അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള സംഭവമാണ് എന്ന് പറയുന്നത് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡാറ്റ എൻക്യാപ്സുലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ബൈൻഡ് ദ ഡാറ്റ ആൻഡ് ഫങ്ഷൻസ് ടുഗദർ ആൻഡ് കീപ് ദം സേഫ് അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റയും ഫംഗ്ഷനും എന്ത് ചെയ്തു, കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ യൂണിറ്റ് ആക്കി മാറ്റുന്നതിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ ഡാറ്റ എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്, സേഫ് ആയിട്ട്. പറഞ്ഞാൽ മനസ്സിലായി? നമ്മൾ സേഫ് ആയിട്ട് അതിനെ റാപ്പ് ചെയ്ത് ഡാറ്റയും ഫംഗ്ഷനെയൊക്കെ നമ്മൾ റാപ്പ് ചെയ്തിട്ട് ഒരു സിംഗിൾ യൂണിറ്റ് ആക്കി വെച്ച് സേഫ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്,
ഡാറ്റ എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. കാരണം ടു അവോയ്ഡ് ദ ഔട്ട്സൈഡ് ഇൻ്റർഫിയറൻസ് ആൻഡ് മിസ്യൂസസ്, നമുക്ക് പുറമേ നിന്ന് ആൾക്കാരെ കടന്നു വരവ് അല്ലെങ്കിൽ മിസ്യൂസ് അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനൊരു കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഡാറ്റ എൻക്യാപ്സുലേഷൻ. അപ്പോൾ എക്സാമിന് എന്ത് ചെയ്യാൻ ചോദിക്കാറുണ്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ ഡാറ്റ എൻക്യാപ്സുലേഷൻ ആൻഡ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഡാറ്റ എൻക്യാപ്സുലേഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഡാറ്റയും ഫംഗ്ഷൻസിനെയൊക്കെ റാപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഒരു സിംഗിൾ യൂണിറ്റ് ആക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റ എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് മെയിനായിട്ട് മിസ്യൂസും അല്ലെങ്കിൽ എന്താണ് ഇൻ്റർഫിയറൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഈ എൻക്യാപ്സുലേഷൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്ത് വഴിയാണ്, ഡിക്ലറേഷൻ ഓഫ് ക്ലാസ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, എൻക്യാപ്സുലേഷനും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ക്ലാസ് കണ്ടെയ്ൻ പ്രൈവറ്റ്, പ്രൊട്ടക്റ്റ് ആൻഡ് പബ്ലിക് മെമ്പേഴ്സ് ആണ്. ക്ലാസ്സിനകത്ത് പ്രധാനമായിട്ട് 3 മെമ്പേഴ്സ് ആണുള്ളത്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റ് ആൻഡ് എന്താണ്, പബ്ലിക് ആണ്. അപ്പോൾ നമ്മൾ ക്ലാസ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡാറ്റ എൻക്യാപ്സുലേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഈ ക്ലാസ്സിൻ്റെ അകത്ത് പ്രധാനമായിട്ടും പ്രൈവറ്റ്, പ്രൊട്ടക്റ്റ്, പബ്ലിക് ഇത്രയും മെമ്പേഴ്സാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം എന്തൊക്കെയാണ്. ബൈ ഡിഫോൾട്ട് ഓൾ ഐറ്റം ഡിഫൈൻ ക്ലാസ് ആർ പ്രൈവറ്റ്. നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് എന്തിലാണ് ഉണ്ടാവുക, പ്രൈവറ്റ് ആയിട്ടാണ് കിടക്കുക. പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് എല്ലാവർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിയർ ദ മെമ്പേഴ്സ് ഡിക്ലെയർ ഇൻ ദിസ് സെക്ഷൻ ആർ നോട്ട് വിസിബിൾ ഔട്ട്സൈഡ് ക്ലാസ്. കാരണം നമുക്ക് പുറമേയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൻ്റെ അകത്ത് പുറമേയുള്ള ക്ലാസ്സുകാർക്ക് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റില്ല പ്രൈവറ്റ് ആണെങ്കിൽ. ദ മെമ്പേഴ്സ് ഡിക്ലെയർ ദ പ്രൊട്ടക്റ്റഡ് ആർ വിസിബിൾ ടു ഡിറൈവ് ദ ക്ലാസ് ബട്ട് നോട്ട് ഔട്ട്സൈഡ് ക്ലാസ്. കാരണം നമുക്ക് പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡിറൈവ്ഡ് ക്ലാസ്സിന് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ വേറെ ക്ലാസ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ വേണ്ടി പറ്റില്ല. ഡിറൈവ്ഡ് ക്ലാസ് എന്ന് വെച്ചാൽ ആ ക്ലാസ്സിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത വേറെ ക്ലാസ്സിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കാണാൻ വേണ്ടി പറ്റും. പക്ഷേ പുറമേ ഉള്ളൊരു ക്ലാസ്സിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കാണാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു ക്ലാസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് വേറൊരു ക്ലാസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ ഡാറ്റയും ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ക്ലാസ് ഇതൊരു പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ ഇത് പ്രൈവറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ആൾക്കാർക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റില്ല. പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഇതിൻ്റെ അകത്ത് നിന്ന് ഡിറൈവ് ചെയ്ത ആൾക്കാർക്ക്, ഇതിൻ്റെ അകത്ത് നമ്മൾ വേറൊരു ക്ലാസ് ഡിറൈവ് ചെയ്ത് ഇവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കാണാൻ വേണ്ടി പറ്റും. പക്ഷേ പുറമേ ഉള്ള ആൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷേ പബ്ലിക് ആണെങ്കിൽ എല്ലാവർക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വിസിബിൾ ആയിരിക്കും. പറഞ്ഞാൽ മനസ്സിലായപ്പോൾ നമ്മൾ ക്ലാസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എൻക്യാപ്സുലേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്തിലാണ്, ക്ലാസ് ഡിക്ലറേഷൻ സമയത്താണ്. അപ്പോൾ ആ സമയത്ത് പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റ് ആയിട്ടാണ്. നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് എന്തായിട്ട് ഉണ്ടാവും, പ്രൈവറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. പ്രൈവറ്റ് ആകുമ്പോൾ നമുക്ക് വേറെ ക്ലാസ്സുകാർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഡാറ്റ എൻക്യാപ്സുലേഷൻ. നമ്മൾ ഡാറ്റനെയും ഫംഗ്ഷനെയൊക്കെ റാപ്പ് ചെയ്തിട്ട് ഒരു സിംഗിൾ യൂണിറ്റ് ആക്കി മാറ്റുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഡാറ്റ എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് നമുക്ക് മെയിനായിട്ട് എന്താണ്, മിസ്യൂസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഇത് ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണ്, ക്ലാസ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്താണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത് ഡിക്ലെയർ ചെയ്യുന്നത് ക്ലാസ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എൻക്യാപ്സുലേഷൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് പബ്ലിക്, പ്രൊട്ടക്റ്റ്, പ്രൈവറ്റ് ആയിട്ടാണ്. ഡിഫോൾട്ടായിട്ട് എന്തിൽ കാണിക്കും, പ്രൊട്ടക്റ്റ് ആയിട്ട്, പ്രൈവറ്റ് ആയിട്ട് കാണിക്കും. ഓക്കെ ആണല്ലോ. യെസ്. അടുത്ത കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡുലാരിറ്റിയാണ്. അപ്പോൾ മോഡുലാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് എ ലാർജർ പ്രോഗ്രാം ഈ സബ് ഡിവൈഡ് ഇൻ ടു സ്മോളർ പ്രോഗ്രാം ഈസ് കോൾഡ് മൊഡ്യൂൾസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്യുക, കുഞ്ഞു പ്രോഗ്രാം ആക്കി സബ് പ്രോഗ്രാം ആക്കി ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് മോഡുലാരിറ്റി എന്ന് പറയുന്നത്. ആ കുഞ്ഞു പ്രോഗ്രാമിലെയും സ്മോളർ പ്രോഗ്രാമിനെ വിളിക്കുന്ന പേരാണ് എന്ത്, മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ മൊഡ്യൂൾസിനെയും നമ്മൾ എന്ത് ചെയ്യും, സോൾവ് ചെയ്തിട്ട് അതിന് റിസൾട്ടുകൾ തമ്മിൽ എന്ത് ചെയ്യും, എല്ലാ റിസൾട്ടുകളെയും കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒരു സിംഗിൾ യൂണിറ്റ് ആക്കി കംപ്ലീറ്റ് എന്ത് ചെയ്യും, ലിങ്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ ആക്കിയിട്ട് മാറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ, എന്താ സംഭവിക്കുന്നത്, കുറേ എറേഴ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് മാത്രമല്ല ഈ മൊഡ്യൂൾസുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ബൈ പാസിംഗ് മെസ്സേജ്. കാരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, മെസ്സേജുകൾ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഒരു സ്കൂൾ സോഫ്റ്റ്വെയർ എടുത്താൽ നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാം, സ്റ്റുഡൻറ്റും ടീച്ചറും രണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി പറ്റും, ഡിവൈഡ് ചെയ്യാം. അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ഭാഗമുണ്ട്, ടീച്ചറുടെ ഭാഗമുണ്ട് ഉണ്ടല്ലോ. അപ്പോൾ ഈ മോഡുലാരിറ്റി എന്ന് പറയുന്നത് സിമ്പിളാണ്. നമുക്ക് ലാർജ് പ്രോഗ്രാമിനെ നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ പ്രോഗ്രാമാക്കി ഡിവൈഡ് ചെയ്തിട്ട് സോൾവ് ചെയ്യുന്ന മെത്തേഡ്. ആ ചെറിയ പ്രോഗ്രാമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അവസാനം എന്താ ചെയ്യുന്നതെല്ലാം കൂടെ ലിങ്ക് സോൾവ് ചെയ്തതിന് ശേഷം ലിങ്ക് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ ആക്കിയിട്ട് മാറ്റും. ഇതാണ് എന്തെന്ന് പറയുന്നത്, മോഡുലാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പറയുന്ന അടുത്തൊരു കൺസെപ്റ്റാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. നെക്സ്റ്റ് വൺ, പോളിമോർഫിസം. പോളിമോർഫിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എബിലിറ്റി ടു പ്രോസസ് ഒബ്ജക്റ്റ് ഡിഫറെൻ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ ദെയർ ഡാറ്റ ടൈപ്പ് ഓർ ക്ലാസ്സസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
എബിലിറ്റി നമുക്ക് എന്താണ് പോളിമോർഫിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സംഭവത്തിന് പല ഫോമിലോട്ടേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മാറ്റാൻ പറ്റും. ഒരു സംഭവത്തിന് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ പല ഷേപ്പിലോ പല ഫോമിലോട്ടേക്കോ നമുക്ക് മാറ്റാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളിമോർഫിസം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇവിടെ പറഞ്ഞ പോളി മീൻസ് എന്താണ്, മെനി, മോഫ് മീൻസ് എന്താണ്, ഷേപ്പാണ്. അപ്പോൾ നമുക്കൊരു സാധനത്തിന് പല ഷേപ്പിലോട്ട് നമുക്ക് എന്താ മാറ്റാൻ പറ്റുന്ന ഒരു കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളിമോർഫിസം കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകരുത്. പോളിമോർഫിസം ഈസ് ദ എബിലിറ്റി ഓഫ് എൻ ഒബ്ജക്റ്റ് ഫംഗ്ഷൻ ടു ടേക്ക് എ മൾട്ടിപ്പിൾ ഫോം. ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. കാരണം പോളിമോർഫിസം എന്ന് പറയുന്നത് എന്താണ്, കാരണം ഒരു സംഭവത്തിന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പല ഫോമിലോട്ടേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളിമോർഫിസം കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അതിൻ്റെ ഒരു കഴിവിന് അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളിമോർഫിസം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, മനസ്സിലായോ? എന്ന് വെച്ചാൽ പോളിമോർഫിസം എന്ന് പറയുന്നത് എന്താണ്, എബിലിറ്റി ഓഫ് എൻ ഒബ്ജക്റ്റ് ഫംഗ്ഷൻ ടു ടേക്ക് എ മൾട്ടിപ്പിൾ ഫോം. ഒരു സംഭവത്തിനെ പല ഫോമിലോട്ടേക്ക് മാറ്റുന്നതിനുള്ള ആ ഒരു എബിലിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളിമോർഫിസം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് ഒരു ഷേപ്പ് ആൻഡ് ഏരിയ. അപ്പോൾ നോക്കിക്കേ, സർക്കിൾ എന്ന് പറയുന്നത് ഒരു ഷേപ്പാണ്, അതിൻ്റെ ഏരിയ, റെക്റ്റാങ്കിൾ, ദെൻ ട്രയാങ്കിൾ, അതിൻ്റെയൊക്കെ ഏരിയ. അപ്പോൾ നോക്കിക്കേ, ഇതൊരു പോളിമോർഫിസം ഷേപ്പ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഷേപ്പിൽ നമുക്ക് പല ഫോമിലോട്ടൊക്കെ എന്ത് ചെയ്യാം, മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട്. അപ്പോൾ ഈ ഫിഗർ നിങ്ങൾ എന്ത് ചെയ്യണം, വരക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം, ടൈപ്സ് ഓഫ് പോളിമോർഫിസം. എന്തുണ്ട്, നമുക്ക് പോളിമോർഫിസം മെയിൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. കമ്പൈൽ ടൈം പോളിമോർഫിസവും റൺ ടൈം പോളിമോർഫിസവും. കമ്പൈൽ ടൈം വിളിക്കുന്ന ഒരു പേരാണ് ഏർലി ബൈൻഡിംഗ് എന്ന് വിളിക്കാറുണ്ട്, സ്റ്റാറ്റിക് എന്നും വിളിക്കാറുണ്ട്. റൺ ടൈമിന് നമ്മൾ എന്ത് വിളിക്കാറുണ്ട്, ലേറ്റ് ബൈൻഡിംഗ് എന്ന് വിളിക്കാറുണ്ട്, ഡൈനാമിക് പോളിമോർഫിസം എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. എക്സാമിന് നിങ്ങൾ ഏർലി ബൈൻഡിംഗ് എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്, ലേറ്റ് ബൈൻഡിംഗ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ, പോളിമോർഫിസം മെയിൻലി രണ്ടായിട്ട്, റൺ ടൈം ആൻഡ് കമ്പയർ ടൈം. ഈ കമ്പയർ ടൈം നമ്മൾ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, ഫംഗ്ഷൻ ഓവർലോഡിങ്ങും ഓപ്പറേറ്റർ ഓവർലോഡിങ്. ഇപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ പോളിമോർഫിസം രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, കമ്പയർ ടൈം ആൻഡ് റൺ ടൈം. അതെന്താ നമുക്ക് നോക്കാം. കമ്പയർ ടൈം എന്ന് വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിക്, അല്ലെങ്കിൽ നമ്മൾ ഏർലി ബൈൻഡിംഗ് പോളിമോർഫിസം നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ പോളിമോർഫിസം ഡ്യൂറിങ് ആൻഡ് കമ്പൈലേഷൻ, നമ്മൾ പോളിമോർഫിസം കമ്പയൽ ചെയ്യുന്ന സമയത്ത് നടക്കുന്ന പോളിമോർഫിസത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്പയർ ടൈം പോളിമോർഫിസം എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഓവർലോഡിങ് ആൻഡ് ഓപ്പറേറ്റർ ഓവർലോഡിങ് ആർ എക്സാമ്പിൾ. കാരണം ഈ കമ്പയർ ടൈം പോളിമോർഫിസം എക്സാമ്പിൾ ആണ് എന്ത്, ഫംഗ്ഷൻ ഓവർലോഡിങ്ങും ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്ന് പറയുന്നത്. ദെൻ റൺ ടൈം അല്ലെങ്കിൽ ഡൈനാമിക് അല്ലെങ്കിൽ ലേറ്റ് ബൈൻഡിങ്. ആ ഒരു പോളിമോർഫിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോളിമോർഫിസം ഡ്യൂറിങ് ദ റൺ ടൈം. നമ്മൾ റൺ ടൈമിൽ എന്താണ് പോളിമോർഫിസം നടക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഡൈനാമിക് പോളിമോർഫിസം എന്ന് പറയുന്നത്. നമുക്ക് ചേഞ്ച് കൊണ്ടുവരാം. ഡൈനാമിക് എന്ന് പറയുമ്പോൾ ചേഞ്ചസ് ആണല്ലോ, സ്റ്റാറ്റിക് എന്ന് പറയുന്നത് എന്താണ്, ഫിക്സറാണ്. അപ്പോൾ കമ്പൈൽ ടൈം പോളിമോർഫിസം എന്ന് വെച്ചാൽ എന്താണ്, കമ്പൈലേഷൻ നടക്കുന്ന സമയത്ത് പോളിമോർഫിസം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്പൈൽ ടൈം എന്നും അല്ലെങ്കിൽ സ്റ്റാറ്റിക് എന്നും. ദെൻ ഡൈനാമിക് എന്ന് അല്ലെങ്കിൽ റൺ ടൈം എന്ന് പറയുന്നത് എന്താണ്, റൺ ടൈം. നമ്മൾ ഡ്യൂറിങ് ദ റൺ ടൈമിൽ പോളിമോർഫിസം അല്ലെങ്കിൽ ആ ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റൺ ടൈം പോളിമോർഫിസം എന്ന് പറയുന്നത്. ഇറ്റ് യൂസേഴ്സ് പോയിന്റേഴ്സ്, നമ്മൾ പോയിന്റേഴ്സ് വെച്ചിട്ടാണ്, വെർച്വൽ ഫംഗ്ഷൻസ് ആണ് എന്തിന് എക്സാമ്പിൾ, റൺ ടൈം പോളിമോർഫിസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പയർ ടൈം പോളിമോർഫിസം രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് രണ്ട് എക്സാമ്പിൾസ് ഉണ്ടെന്ന് പറഞ്ഞു, ഫംഗ്ഷൻ ഓവർലോഡിങ്ങും അതേപോലെ ഓപ്പറേറ്റർ ഓവർലോഡിങ്. അപ്പോൾ ഫംഗ്ഷൻ ഓവർലോഡിങ് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്, വൈവേക്കൊക്കെ ചോദിക്കുന്നതാണ്. ഫംഗ്ഷൻ ഓവർലോഡിങ് എന്ന് വെച്ചാൽ ഫംഗ്ഷൻ വിത്ത് ദ സെയിം നെയിം ബട്ട് ഡിഫറെൻറ്റ് സിഗ്നേച്ചർ ക്യാൻ ആക്ട് ഡിഫറെൻ്റ്ലി. എന്ന് വെച്ചാൽ ഒരേ പേരായിരിക്കും, ഫംഗ്ഷൻസിനൊക്കെ എന്തായിരിക്കും, ഒരേ പേരായിരിക്കും, പക്ഷേ അതിനകത്ത് നടക്കുന്ന ഓപ്പറേഷൻസ് എന്തായിരിക്കും, വ്യത്യാസമായിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫംഗ്ഷൻ ഓവർലോഡിങ് എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? ഒരേ നെയിം ആയിരിക്കും, പക്ഷേ എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആയിരിക്കും അതിനുള്ളിൽ നടക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫംഗ്ഷൻ ഓവർലോഡിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഇവിടെ എക്സാമ്പിൾ ആക്കി നോക്കിക്കേ, ഇൻറ്റ് ഏരിയ, പക്ഷേ ഇതിൻ്റെ അത് രണ്ട് ഇൻറ്റീജർ നമ്മൾ വാല്യൂ കൊടുക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ ഒറ്റൊന്ന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, കൊടുക്കുന്നുള്ളൂ. ആ ഫംഗ്ഷൻ്റെ പേരെന്താണ്, ഏരിയ എന്നാണ്. രണ്ടിൻ്റെയും ഫംഗ്ഷൻ നെയിം എന്താണ്, ഏരിയ ആണ്. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ ഓവർലോഡിങ്. സെയിം ഫംഗ്ഷൻ നെയിം ആയിരിക്കും, പക്ഷേ അതിൻ്റെ നടക്കുന്ന ഓപ്പറേഷൻസ് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ പറഞ്ഞ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ആണ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഗിവിംഗ് ന്യൂ മീനിങ് ഓഫ് എക്സിസ്റ്റിംഗ് C++ ഓപ്പറേറ്റർ. അപ്പോൾ നമുക്കറിയാം C++ൽ കുറേ ഓപ്പറേറ്റർ ഉണ്ട്, അരിതമാറ്റിക് ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ, റിലേഷൻ ഓപ്പറേറ്റർ, കുറേ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഈ ഓപ്പറേറ്റേഴ്സിന് പുതിയൊരു മീനിങ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് പറയാം കേട്ടോ, പ്ലസിനെ നമ്മൾ എന്തായിട്ട് കൊടുക്കുക, മൈനസ് ആയിട്ട് കാണിക്കുക. അങ്ങനെ പുതിയതായിട്ട് ഒരു ഓപ്പറേറ്റർ നമ്മൾ വേറെ രീതിയിലോട്ടേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്,
ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. മറന്നു പോകരുത്, ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് പറയുന്നത് എന്താ, നമുക്കുള്ള എക്സിസ്റ്റ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിന് പുതിയൊരു മീനിങ് കൊടുത്തുകൊണ്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയുന്നത് എന്താ, ഒരേ നെയിമിന് നമ്മൾ ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരേ നെയിം ആയിരിക്കും ഫംഗ്ഷൻസിന്, 2-3 ഫംഗ്ഷൻസ് ഉണ്ടാവും, അതിന് ഒരേ നെയിം ആയിരിക്കും, പക്ഷേ അതിനുള്ള ഓപ്പറേഷൻസ് എന്തായിരിക്കും, വ്യത്യാസമായിരിക്കും. അപ്പോൾ ഓക്കെ ആണല്ലോ എക്സാമ്പിൾസ് കമ്പയർ ടൈമിൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് കൺസെപ്റ്റാണ് പറയാൻ വേണ്ടി പോകുന്നത്, ഇൻഹെറിറ്റൻസ്. ഓക്കെ, അപ്പോൾ ഇൻഹെറിറ്റൻസ് എന്ന വെരി ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്, സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ടോപ്പിക്കാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഒബ്ജക്റ്റ് ഓഫ് വൺ ക്ലാസ് അക്വയർ ദ പ്രോപ്പർട്ടി ആൻഡ് ബിഹേവിയർ ഓഫ് അനദർ ക്ലാസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ക്ലാസ് ഉണ്ട്, ആ ക്ലാസ്സിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ബിഹേവിയറൊക്കെ അക്വയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ സവിശേഷതകളും എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പുതിയതായിട്ട് വേറൊരു ക്ലാസ് നമ്മൾ എന്ത് ചെയ്യുക, ഡിറൈവ് ചെയ്ത് ഉണ്ടാക്കാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? ഓൾറെഡി ഒരു ക്ലാസ് ഉണ്ട്, ആ ക്ലാസ്സിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ബിഹേവിയറൊക്കെ അക്വയർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പുതിയതായിട്ടുള്ള ക്ലാസ് ഉണ്ടാക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പം ഇത് കൺസെപ്റ്റ് ഓഫ് ഇൻഹെറിറ്റൻസ് പ്രൊവൈഡ് ദ റീയൂസബിലിറ്റി. അപ്പം ഈ ഒരു ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് എന്ത്, റീയൂസബിലിറ്റി എന്ന് പറയുന്നത്. റീയൂസബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്ലാസ് തന്നെ വേറെ സംഭവങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു കൺസെപ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആരായിരുന്നു, ഈ ഇൻഹെറിറ്റൻസ് ആണ്. അപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്, ഈ റീയൂസബിലിറ്റി എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്ന ഏത് കൺസെപ്റ്റിലാണ്, ഇൻഹെറിറ്റൻസ് ആണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക, റീയൂസബിലിറ്റി എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പം ദ എക്സിസ്റ്റിംഗ് ക്ലാസ് ഈസ് കോൾഡ് ബേസ് ക്ലാസ് ആൻഡ് ദ ന്യൂ ക്ലാസ് ഈസ് കോൾഡ് ഡിറൈവ്ഡ് ക്ലാസ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ക്ലാസ്സിൽ നിന്നാണ്, എക്സിസ്റ്റ് ചെയ്യുന്ന ക്ലാസ്സിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുതിയൊരു ക്ലാസ് ഡിറൈവ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ആ എക്സിസ്റ്റ് ചെയ്യുന്ന ക്ലാസ്സിനെ വിളിക്കുന്ന പേരെന്താണ്, ബേസ് ക്ലാസ് എന്നും പുതിയതായി ഉണ്ടായുള്ള ക്ലാസ്സിനെ വിളിക്കുന്ന പേരെന്താണ്, ഡിറൈവ്ഡ് ക്ലാസ് എന്നാണ് പറയുന്നത്. ഓക്കെ, മറന്നു പോകരുത്, എക്സിസ്റ്റ് ചെയ്യുന്ന ക്ലാസ്സിനെ നമ്മൾ എന്ത് വിളിക്കും, ബേസ് ക്ലാസ് എന്നും പുതിയതായി ഡിറൈവ് ചെയ്ത് ഉണ്ടാക്കിയ ക്ലാസ്സിനെ നമ്മൾ എന്ത് വിളിക്കും, ഡിറൈവ്ഡ് ക്ലാസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇൻഹെറിറ്റൻസ് തന്നെ കുറേ ടൈപ്പ് ഉണ്ട്. മെയിനായിട്ട് 5 ടൈപ്പ് ഇൻഹെറിറ്റൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ലെവൽ ഇൻഹെറിറ്റൻസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് ആൻഡ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ ഇത് ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാണ്ട് സെപ്പറേറ്റ് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ഇൻഹെറിറ്റൻസ് ആണ് സിംഗിൾ ലെവൽ ഇൻഹെറിറ്റൻസ്. സിമ്പിളാണ്. എ ബി എന്ന് പറയുന്ന ക്ലാസ് ആണ്. എ എന്ന് പറയുന്നത് എന്താണ്, ബേസ് ക്ലാസ് ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്, ഡിറൈവ്ഡ് ക്ലാസ് ആണ്. അപ്പം എ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ അകത്ത് എല്ലാ ബിഹേവിയേഴ്സും പ്രോപ്പർട്ടീസും അക്വയർ ചെയ്തുകൊണ്ട് എന്താണ്, ഒറ്റൊരു ക്ലാസ് ഡിറൈവ് ചെയ്തെടുത്തു. എന്ന് വെച്ചാൽ ഒരു ക്ലാസ് നമ്മൾ എന്ത് ചെയ്യാണ്, ഒറ്റൊരു ക്ലാസ് മാത്രം ഡിറൈവ് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിംഗിൾ ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഫിഗർ വരക്കാൻ മറക്കരുത്, ഇമ്പോർട്ടൻ്റ്. അപ്പോൾ സിംഗിൾ ലെവൽ എന്ന് വെച്ചാൽ ഒരു ക്ലാസ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ക്ലാസ് ഉണ്ടാക്കാം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സിംഗിൾ ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ദ എക്സിസ്റ്റിംഗ് ക്ലാസ് എ ഈസ് കോൾഡ് ബേസ് ക്ലാസ് ആൻഡ് ന്യൂ ക്ലാസ് ഈസ് എന്താണ്, ബി ഈസ് കോൾഡ് എന്താണ്, ഡിറൈവ്ഡ് ക്ലാസ്. എന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു ക്ലാസ് മാത്രം ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് സിംഗിൾ ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫിഗർ നിങ്ങൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. ഓക്കെ ആണല്ലോ? യെസ്. നെക്സ്റ്റ് രണ്ടാമത്തത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആണ്. അപ്പോൾ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. വെൻ ഡിറൈവ്ഡ് ക്ലാസ് ഇൻഹെറിറ്റ് ദ പ്രോപ്പർട്ടീസ് ആൻഡ് ബിഹേവിയർ ഓഫ് മോർ ദാൻ വൺ ബേസ് ക്ലാസ്, ഇറ്റ് ഈസ് കോൾഡ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, മോർ ദാൻ ബേസ് ക്ലാസ്, മോർ ദാൻ വൺ ബേസ് ക്ലാസ് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ പ്രോപ്പർട്ടീസ് അക്വയർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പുതിയൊരു ക്ലാസ് ഡിറൈവ് ചെയ്തെടുക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? ഇവിടെ 2 ബേസ് ക്ലാസ് ഉണ്ട്. 2 ബേസ് ക്ലാസ് നമ്മൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് അക്വയർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പുതിയൊരു ക്ലാസ് ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിക്കേ, ഫിഗർ ഇൻ ദ ഫോളോയിങ് ഫിഗർ ടീച്ചർ ഈസ് ഡിറൈവ്ഡ് ക്ലാസ്. ടീച്ചർ എന്ന് പറയുന്നത് എന്താണ്, ഡിറൈവ്ഡ് ക്ലാസ് ആണ്. എന്തെന്നാണ്, പേഴ്സണും എംപ്ലോയും. ഈ 2 ക്ലാസ്സുകൾ, ഇതാണ് 2 ബേസ് ക്ലാസ്, ഇതാണ് ബേസ് ക്ലാസ്. ഈ 2 ബേസ് ക്ലാസ് ഒന്നും ഡിറൈവ് ചെയ്തെടുത്ത എന്താണ്, ഡിറൈവ്ഡ് ക്ലാസ് ആണ് എന്തെന്ന് പറയുന്നത്, ടീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞാൽ മനസ്സിലായോ? ഒന്നോ അതിലധികമോ ക്ലാസ്സിൽ നിന്ന് നമ്മൾ എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ അക്വയർ ചെയ്തുകൊണ്ട് ഒരു ക്ലാസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അടുത്തത് മൂന്നാമത്തത് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആണ്. അപ്പോൾ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ പ്രോപ്പർട്ടീസ് ആൻഡ് മെത്തേഡ് ഓഫ് ഡിറൈവ്ഡ് ക്ലാസ് ആർ ഇൻഹെറിറ്റഡ് ബൈ അനദർ ക്ലാസ്, ഇറ്റ് ഈസ് കോൾഡ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബേസ് ക്ലാസ് ആണ്. ഈ ക്ലാസ് നമ്മൾ എന്ത് ചെയ്തു, ഒരു ക്ലാസ് ഡിറൈവ് ചെയ്തു ഈ ബേസ് ക്ലാസ്സിന്, അതാണ് ബി. വീണ്ടും ബിന്ന് നമ്മൾ എന്ത് ചെയ്തു, വേറെ ക്ലാസ് ഡിറൈവ് ചെയ്തു. അങ്ങനെ ഇങ്ങനെ ഒന്നിങ്ങനെ ഡിറൈവ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് ഇപ്പോൾ ഗ്രാൻഡ് ഫാദർ.
ഗ്രാൻഡ് ഫാദറിൻ്റെ കാര്യം എന്താണ് ഫാദർ ദെൻ ചൈൽഡ്. ഇപ്പം എൻ്റെ അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ. അപ്പോൾ അതൊരു മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസിന് എന്താണ് എക്സാമ്പിളാണ്. കാരണം ഒന്നിന്ന് ഇപ്പം എന്താണ് ഈ എന്ന് ബി ഉണ്ടാക്കി, ബിന്ന് എന്തുണ്ടാക്കി സി ഉണ്ടാക്കി. അപ്പോൾ ഒന്നിന്ന് ഒന്ന് ഉണ്ടാക്കി, അതിൻ്റെ അകത്ത് വേറൊന്ന് ഉണ്ടാക്കി. ഇങ്ങനെ തുടർച്ചയായിട്ട് ഉണ്ടാക്കി വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഗർ മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഗർ എപ്പോഴും നിങ്ങൾ വരച്ച് വെക്കണം. അപ്പോൾ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്താ, ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു ക്ലാസ് ഉണ്ടാക്കി, ആ ക്ലാസ്സിൽ നിന്ന് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു വേറെ ക്ലാസ് ഡിറൈവ് ചെയ്തെടുത്തു. അതിനെയാണ് എന്ത് വിളിക്കുന്നത് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ നെക്സ്റ്റ് വൺ ഹൈറാറിക്കൽ ഇൻഹെറിറ്റൻസ് ആണ്. അപ്പോൾ ഹൈറാറിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ പ്രോപ്പർട്ടീസ് ആൻഡ് ബിഹേവിയർ ഓഫ് വൺ ബേസ് ക്ലാസ് ആർ ഇൻഹെറിറ്റഡ് ബൈ മോർ ദാൻ വൺ ഡിറൈവ്ഡ് ക്ലാസ്. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റിനെ നേരെ തലതിരിച്ച് എന്ന് വെച്ചാൽ ഒരു ബേസ് ക്ലാസ് ഉണ്ടാവും. ഈ ബേസ് ക്ലാസ് നമ്മൾ എന്ത് ചെയ്യുക ഒന്നിൽ കൂടുതൽ എന്താണ് ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ടാക്കിയെടുക്കുക. ഒരു ബേസ് ക്ലാസ് തന്നെ നമ്മൾ ഒന്നിൽ കൂടുതൽ എന്താണ് പുതിയ ക്ലാസ്സുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഹൈറാറിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ഹൈറാറിക്കൽ ഇൻഹെറിറ്റൻസ്. ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ക്രിക്കറ്റർ എന്ന് പറയുന്നത് ബേസ് ക്ലാസ് ആണ്. ഈ ബേസ് ക്ലാസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള രണ്ട് ഡിറൈവ്ഡ് ക്ലാസ് ആണ് ബൗളറും ബാറ്റ്സ്മാനും. പറഞ്ഞാൽ മനസ്സിലായ ഹൈറാറിക്കൽ എന്ന് വെച്ചാൽ എന്താണ് ഒരു ബേസ് ക്ലാസ് ഉണ്ടാവും. ഈ ബേസ് ക്ലാസ് നമ്മൾ എന്ത് ചെയ്യണം ഒന്നിൽ കൂടുതൽ ഡിറൈവ്ഡ് ക്ലാസ്സുകൾ ഉണ്ടാക്കുന്നതിനെയാണ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഹൈറാറിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ എല്ലാവർക്കും? അപ്പോൾ ലാസ്റ്റ് ഇൻഹെറിറ്റൻസ് ആണ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. സിമ്പിളാണ്. ഹൈബ്രിഡ് എന്ന് പറയുന്ന സമയത്ത് ഈസ് എ കോമ്പിനേഷൻ ഓഫ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആൻഡ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. കാരണം കോമ്പിനേഷൻ ഓഫ് അതായത് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസും മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇൻഹെറിറ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. എ ക്ലാസ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ടു ക്ലാസ്സസ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഹൗദർ വൺ ഓഫ് ദ പാരന്റ് ക്ലാസ് നോട്ട് ബേസ് ക്ലാസ് ഇറ്റ് ഈസ് എ ഡിറൈവ്ഡ് ക്ലാസ്. കാരണം എന്ന് വെച്ചാൽ ഒന്നും തന്നെ ഇവിടെ ക്രിക്കറ്റർ ബൗളർ ഉണ്ടാക്കി, ബൗളറിൽ നിന്ന് ബാറ്റ്സ്മാൻ, പിന്നെ എന്താണ് ഓൾറൗണ്ടർ. പറഞ്ഞ മനസ്സിലായി എന്ന് വെച്ചാൽ എന്താണ് മൾട്ടിപ്പിളും മൾട്ടി ലെവലും കൂടെ കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള എന്താണ് ഒരു ഇൻഹെറിറ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. കോമ്പിനേഷൻ ഓഫ് മൾട്ടിപ്പിൾ ആൻഡ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ ഫിഗർ നിങ്ങൾ എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക. എന്ന് വെച്ചാൽ രണ്ട് എന്താണ് ഇൻഹെറിറ്റൻസ് തമ്മിൽ കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇൻഹെറിറ്റൻസ് ആണ് എന്ത് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. എന്ന് വെച്ചാൽ രണ്ട് ഇൻഹെറിറ്റൻസുകൾ തമ്മിൽ രണ്ടോ അതിലധികം ഇൻഹെറിറ്റൻസുകൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇൻഹെറിറ്റൻസ് ആണ് എന്ത് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അത്രയും നിങ്ങൾ ഓർത്ത് വെച്ചാൽ. അപ്പോൾ ഇതാണ് 5 എണ്ണം: സിംഗിള്, മൾട്ടിപ്പിൾ, മൾട്ടി ലെവൽ, ഹൈറാറിക്കൽ, ദെൻ ഹൈബ്രിഡ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇൻഹെറിറ്റൻസ് ഓക്കെ ആണല്ലോ. ഒന്നിൽ നിന്ന് ഒരു ക്ലാസ് നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ പ്രോപ്പർട്ടീസ് അക്വയർ ചെയ്തുകൊണ്ട് വേറൊരു ക്ലാസ് ഡിറൈവ് ചെയ്തെടുക്കുക. അതാണ് ഇൻഹെറിറ്റൻസ്. ഓർത്ത് വെക്കുക എല്ലാവരും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ കൺസെപ്റ്റൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒബ്ജക്റ്റ്, ക്ലാസ്, അതേപോലെ തന്നെ എൻക്യാപ്സുലേഷൻ, ഡാറ്റ അബ്സ്ട്രാക്ഷൻ, പോളിമോർഫിസം, അതേപോലെ ഇൻഹെറിറ്റൻസ്, മോഡുലാരിറ്റി. ഈ കൺസെപ്റ്റൊക്കെ നമ്മൾ പറഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആണ്. കൺസെപ്റ്റ് എല്ലാവരും ഒന്നും കൂടെ പഠിക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിനി പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും എന്ത് ചെയ്യുന്നത് ലാസ്റ്റ് കൊണ്ട് പറയാൻ വേണ്ടി പോകുന്നത്. പ്രൊസീജിയർ പാരഡിഗമും ഒബ്ജക്റ്റോറിയം പാരഡിഗത്തിന് ഡിഫറൻസ് ചെയ്ത് വെച്ചുള്ള ഒരു ബോക്സ് ആണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പ്രൊസീജിയർ പാരഡിഗം എന്ന് വെച്ചാൽ എന്താണ് ഡാറ്റ ഈസ് അണ്ടർ വാല്യൂഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡാറ്റയ്ക്ക് എന്തില്ല ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ ഒബ്ജക്റ്റോറിയം എന്ന് പറയുമ്പോൾ എന്താണ് ഡാറ്റ ഈസ് ഗിവൺ ഇമ്പോർട്ടൻ്റ് ആണ്. ഡാറ്റ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇതിനകത്ത് പറയുന്നത് പ്രൊസീജിയർ ഈസ് ഗിവൺ ഇമ്പോർട്ടൻറ്റ്. പ്രൊസീജിയർ എന്ന് വെച്ചാൽ പ്രൊസീജിയറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇവിടെ എന്താണ് പ്രൊസീജിയർ ഈസ് ഡ്രിവൺ ബൈ ഡാറ്റ. ഡാറ്റയ്ക്കാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻസ് വരുന്നത്. ക്രിയേറ്റിംഗ് ന്യൂ ഡാറ്റ ടൈപ്പ് ഈസ് ഡിഫിക്കൽട്ട്. പ്രൊസീജിയറിൽ എന്താണ് പുതിയതായിട്ട് ഡാറ്റ ടൈപ്പ് കൊടുക്കാൻ ഭയങ്കര നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം പുതിയതായിട്ടുള്ള ഡാറ്റ ഈസിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ഇതെന്ന് പറഞ്ഞാൽ പുവർ റിയൽ വേൾഡ് മോഡൽ. നമുക്ക് റിയൽ വേൾഡ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇത് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം റിയൽ വേൾഡ് സെനാരിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എന്ത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്. ദെൻ എംപ്ലോയീസ് ടോപ്പ് ഡൗൺ അപ്രോച്ചാണ് പ്രൊസീജിയർ പാരഡിഗത്തിൽ. ഒബ്ജക്റ്റ് ഓറിയൻറ്റിൽ എന്താണ് എംപ്ലോയീസ് എന്താണ് ബോട്ടം അപ്പ് ആണ്. അപ്പോൾ മറന്നു പോകരുത് പ്രൊസീജിയറിൽ എംപ്ലോയി എന്താണ് ടോപ്പ് ഡൗൺ ആണ്, ഇതിലെന്താണ് ബോട്ടം അപ്പ് ആണ്. ദെൻ പ്രൊസീജിയറിൽ വരുന്ന മറ്റൊരു കാര്യമാണ് പ്രോഗ്രാംസ് ആർ ഡീകമ്പോസ്ഡ് ഇൻറ്റു ഫംഗ്ഷൻ. ഞാൻ പറഞ്ഞു പ്രോഗ്രാംസ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഓരോ ഫംഗ്ഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് എന്തിൽ പ്രൊസീജിയർ പാരഡിഗത്തിൽ. പക്ഷേ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്താണ് പ്രോഗ്രാം ഡീകമ്പോസ്ഡ് ഇൻറ്റു ഒബ്ജക്റ്റ്, കുറേ ഒബ്ജക്റ്റുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മെയിൻ വ്യത്യാസം. മെയിനായിട്ട് ആലോചിച്ച് വയ്ക്കുന്നത് പ്രൊസീജിയറിൽ ഡാറ്റ അണ്ടർ വാല്യൂ ആണ്, ഡാറ്റയ്ക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. അതേപോലെ തന്നെ പുതിയതായിട്ട് ഡാറ്റ ടൈപ്പും ഒക്കെ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ റിയൽ വേൾഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെന്താണ് എംപ്ലോയീസ് ടോപ്പ് ഡൗൺ അപ്രോച്ചാണ്. അത് മാത്രമല്ല പ്രോഗ്രാം ഡീകമ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഓരോ ഫംഗ്ഷൻസ് ആക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്
ബ്രേക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ കഷ്ണങ്ങളാക്കി മാറ്റുന്നത്. പക്ഷേ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് നമ്മൾ ഡാറ്റയ്ക്കാണ് ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ എന്താണ് പുതിയ പ്രൊസീജിയർ ഈസ് ഡിവൺ ബൈ ഡാറ്റയാണ്. പുതിയതായിട്ട് നമുക്ക് ഡാറ്റ ടൈപ്പ് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടിൽ ഈസി ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് റിയൽ വേൾഡ് സെനാരിയോ ആയിട്ട് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. എംപ്ലോയീസ് എന്ന് പറയുന്നത് എന്താണ് ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്. പ്രോഗ്രാംസ് എന്താണ് നമ്മൾ ഡീകമ്പലി ബ്രേക്ക് ചെയ്യുന്നത് എങ്ങനെ വെച്ചിട്ടാണ് കുറേ ഒബ്ജക്റ്റുകളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബ്രേക്ക് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ഇത് നമ്മളെ വ്യത്യാസം. അപ്പോൾ ഇതും കൂടെ നിങ്ങൾ നോക്കാം. ഈ ഒരു ബോക്സ് നിങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അത് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നമ്മളിപ്പം ചാപ്റ്ററൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ, ഒരു 4-5 ക്വസ്റ്റ്യൻസ്. അതെപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നമുക്ക് നോക്കാം. കമ്പയർ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് പോളിമോർഫിസം. അല്ലെ, നമ്മൾ പോളിമോർഫിസം പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സ്റ്റാറ്റിക്കും ഡൈനാമിക് പോളിമോർഫിസം തമ്മിൽ വ്യത്യാസം. മെയിനായിട്ട് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം കമ്പയർ ടൈം പോളിമോർഫിസിന് മറ്റൊരു പേരാണ് എന്ത്, ഏർലി ബൈൻഡിങ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. ഇപ്പോൾ കമ്പയർ ടൈം എന്ന് പറയുമ്പോൾ എന്താ, കമ്പയറേഷൻ നടക്കുന്ന സമയത്ത് ഒരു ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യുക, കോൾ ചെയ്യുന്നതാണ് എന്ത്, കമ്പയർ ടൈം പോളിമോർഫിസം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതിൻ്റെ അകത്താണ് അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഫംഗ്ഷൻ ഓവർലോഡിങ്ങും ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ റൺ ടൈം പോളിമോർഫിസം മറ്റൊരു പേരാണ് ലേറ്റ് ബൈൻഡിങ്, അതേപോലെ ഡൈനാമിക് എന്ന് പറയും. ഇതെന്താണ് നമ്മൾ ഓൾറെഡി റൺ ടൈം ചെയ്യുന്നത്. ഡ്യൂറിങ് ദ റൺ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, റൺ ടൈം പോളിമോർഫിസം. ഇത് പോയിന്റേഴ്സിനാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡാറ്റ അബ്സ്ട്രാക്ഷൻ ആൻഡ് ഡാറ്റ എൻക്യാപ്സുലേഷൻ. ഇതും റിപ്പീറ്റായി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഞാനിത് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് സിംപിളി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എസെൻഷ്യൽ ഫീച്ചേഴ്സ് മാത്രം കാണിച്ചിട്ട് ബാക്കി എല്ലാ ഫീച്ചേഴ്സിനും നമ്മൾ എന്ത് ചെയ്യും, ഹൈഡ് ചെയ്യുന്ന കൺസെപ്റ്റാണ് എന്തെന്ന് പറയുന്നത്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഡാറ്റ അബ്സ്ട്രാക്ഷൻ റെഫേഴ്സ് ടു റെപ്രസെൻറ്റിംഗ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് വിത്തൗട്ട് ഇൻക്ലൂഡിങ് ദ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽ. എന്ന് വെച്ചാൽ നമ്മൾ വേണ്ട ഡീറ്റെയിൽസ് മാത്രം കാണിച്ച് ബാക്കിയുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യും, ഹൈഡ് ചെയ്യുന്ന കൺസെപ്റ്റാണ് എന്ത്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഡാറ്റ എൻക്യാപ്സുലേഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ മൊത്തം ഫങ്ഷൻസിനെയും ഡാറ്റനെയൊക്കെ റാപ്പ് ചെയ്ത് നമ്മൾ എന്താണ് ഒരു സിംഗിൾ യൂണിറ്റ് ആക്കി മാറ്റുന്നതിനെയാണ്, ഒരു മെക്കാനിസത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റ എൻക്യാപ്സുലേഷൻ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാനിപ്പുലേറ്റ് ചെയ്യാനോ എക്സ്റ്റേണലായിട്ട് ഇൻ്റർഫിയർ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതും എന്ത് ചെയ്യുക, എല്ലാവരും ഓർത്ത് വെക്കാം. കേട്ടല്ലോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, എ ബ്ലൂ പ്രിൻറ്റ് ഫോർ ഒബ്ജക്റ്റ് ഇൻ ഊപ്പ് ഈസ് കോൾഡ് എന്താണ്, ക്ലാസ്സസ്. ഞാൻ നേരത്തെ പറഞ്ഞു ക്ലാസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോടൈപ്പ് ഒരു ബ്ലൂ പ്രിൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൽ ബ്ലൂ പ്രിൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ക്ലാസ് ആണ്, മറന്നു പോകരുത്. അതേപോലെ ദ ഫംഗ്ഷൻ അസോസിയേറ്റ് വിത്ത് ദ ക്ലാസ് ആർ നോൺ ആസ്, ഫംഗ്ഷൻ അസോസിയേറ്റ് വിത്ത് ദ ക്ലാസ് ആർ നോൺ ആസ് എന്താണ്, മെമ്പർ ഫംഗ്ഷൻ ആണ്. ഇതൊക്കെ ഓർത്ത് വെക്കുക, കാരണം ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വേരിയബിൾ ഡിക്ലെയർ ഇൻസൈഡ് ദ ക്ലാസ്, കാരണം നമ്മളൊരു വേരിയബിൾ ക്ലാസിൻ്റെ ഇൻസൈഡ് ഡിക്ലെയർ ചെയ്യുന്നതാണ്, അതിനെ നമ്മൾ എന്ത് വിളിക്കും, ഡാറ്റ മെമ്പേഴ്സ് എന്നാണ് വിളിക്കുക. അത് ഓൾറെഡി ഞാൻ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു 5 ക്വസ്റ്റ്യൻസേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. ഇതേക്കുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കാരണം ഇതാണ് റിപ്പീറ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതാണ് മെയിനായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ ആണല്ലോ എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ ഇപ്പം കംപ്ലീറ്റ് ആയി. ഭയങ്കര സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. മെയിനായിട്ട് കൺസെപ്റ്റും മറ്റ് കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ഓർത്ത് വെച്ചാൽ തന്നെ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. കൺസെപ്റ്റാണ് മെയിനായിട്ട് ചോദിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, എക്സാം പോയിന്റ് എന്ന ഗൈഡും കൂടെ റെഫർ ചെയ്യുക. അപ്പോൾ ആ ഒരു ഗൈഡ് വെച്ചിട്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ നോട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഗൈഡും ഈ വീഡിയോ ഒക്കെ നന്നായിട്ട് കാണുക. അപ്പോൾ നല്ല സ്കോർ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ.